നാരായണ ഗുരുവിന്റെ നവോത്ഥാന ശ്രമങ്ങൾക്കുള്ള സവിശേഷത എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതൊരു ജാതിവിരുദ്ധ സമരം മാത്രമോ മതപരിഷ്കരണ സംരംഭമോ മാത്രമായി ചുരുക്കാതെ ഭാരതത്തെ മൊത്തം കാണുന്ന തരത്തിൽ രാഷ്ട്രീയമായി അതിനൊരു അന്തർധാരയുണ്ട്. നാരായണ ഗുരുവിന്റെ രാഷ്ട്രീയം ശ്രദ്ധിക്കണം എന്നാണ് ഈ സഭയോട് എനിക്ക് അപേക്ഷിക്കാറുള്ളത്. അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗമായോ ഒരു പാർട്ടിയുടെ അനുഭാവിയായിരുന്നു പിന്നെന്താണ്? നമ്മൾ സാമാന്യമായിട്ട് കാണുമ്പോൾ ജാതി വിവേചനത്തിനെതിരായിട്ട് അദ്ദേഹം സമരം നടത്തുന്നു. അതിന് അനവധി കാര്യങ്ങൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ സമരം തന്നെ, ആ പ്രക്ഷോഭം തന്നെ വളരെ അഹിംസാനിഷ്ഠമാവണം എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു. ഗുരുവിന്റെ ഭാഷ അങ്ങേയറ്റം അഹിംസാനിഷ്ഠമാണ്. ജീവിച്ചിരുന്ന കാലത്തോ പിൽക്കാലത്തോ അദ്ദേഹത്തിന് ഒരാളുടെയും അധിക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടില്ല. മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടത്തിലെ ആളുകൾ അല്ലെങ്കിൽ കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ട കൂട്ടത്തിലെ ആളുകൾ ആർക്കും അദ്ദേഹത്തെ പറ്റി ഒരു പരാതിയില്ല. എന്തുകൊണ്ടാണ്? പ്രധാനം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലോ ഭാഷയിലോ മനോഭാവത്തിലോ എവിടെയും വേറെ ഒരു വിഭാഗത്തോടുമുള്ള വെറുപ്പ്, അറപ്പ് അങ്ങനെയില്ല. എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, യുക്തിവാദിയാണ് കുറ്റിപ്പുറ കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് സ്മരണാഞ്ജലി. അതിൽ ആദ്യത്തെ ലേഖനം ഗുരുവിനെ പറ്റിയാണ്. കാരണം ആലുവ അദ്വൈതാശ്രമത്തിലെ വിദ്യാലയത്തിൽ അധ്യാപകനായിരുന്നു ആദ്യകാലത്ത് കുറ്റിപ്പുഴ. അപ്പൊ അവിടെ ഗുരു വരുമ്പോൾ എല്ലാ ജാതിക്കാരും മതക്കാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ അന്ന് ആ സ്കൂളിൽ പഠിക്കുന്ന 2 നമ്പൂതിരി കുട്ടികൾ പങ്കെടുക്കാറില്ല. അവർ മാറി നിൽക്കും. അപ്പൊ എല്ലാവർക്കും വലിയ ദേഷ്യമാണ്. അപ്പൊ നാരായണ ഗുരു അദ്ദേഹത്തിന്റെ മടിശീലയിലുള്ള ചെറിയ തൊട്ട് നാണയങ്ങൾ എടുത്തിട്ട് അവിടുത്തെ പരിചാരകനെ വിളിച്ചിട്ട് അവർക്ക് അവരും പഴവും വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞു. നാരായണ ഗുരുവാണ് അവരുടെ കാര്യം ശ്രദ്ധിക്കുക. കാരണം ഈ കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള വില്ലന്മാരല്ല, അവർ വേറെ ഒരു വ്യവസ്ഥയുടെ ഇരകൾ മാത്രമാണ് എന്നറിയാനുള്ള സ്നേഹം ഗുരുവിനുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോ അദ്ദേഹം സംസാരിക്കുന്നത് പ്രസിദ്ധമായൊരു കൃതിയാണ് അനുകമ്പാ ദശകം. 1914 അത് തുടങ്ങുന്നത് ഒരു വീട് ഉറുമ്പനും വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറുമ്പിന്റെ കാര്യമാണ് ആലോചിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന് ദൈവത്തിന്റെയും മതത്തിന്റെയും ആരാധനയുടെയും കാര്യമാണോ അദ്ദേഹം ആലോചിക്കുന്നത്? അദ്ദേഹത്തിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ നിരീശ്വരവാദിയാണ്, നിർമ്മതവാദിയാണ്. ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞപ്പോ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പ്രസംഗിച്ച ആളാണ്. അതൊരു പ്രസംഗമൊന്നുമല്ല. അദ്ദേഹം ആ വകയിൽ കവിത എഴുതുന്നു, ലേഖനം എഴുതുന്നു, ആളുകൾ നടന്ന് പ്രസംഗിക്കുന്നു. അപ്പോ ഏതോ ഒരു ശിഷ്യൻ വന്നിട്ട് ഗുരുവിനോട് പരാതി പറഞ്ഞു, സ്വാമികള് അയ്യപ്പ മാഷോട് ഒന്ന് പറയണം. എന്താ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുന്നു? എന്താ പ്രസംഗിക്കുന്നത്? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്, അതുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കരുത് എന്ന് സ്വാമികള് അയ്യപ്പ മാഷെ ഉപദേശിക്കുന്നു. ഗുരു പതിവ് പോലെ ഒരു ഇളഞ്ചിരിയോടുകൂടി പറഞ്ഞു, നാം പറഞ്ഞതും അയ്യപ്പ മാഷ് പറഞ്ഞതും ഒന്ന് തന്നെയാണ്. പിന്നെ വീണ്ടും പരാതി വന്നപ്പോ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, അയ്യപ്പ മാഷിന്റെ വാക്കിലെ ദൈവം ഇല്ലാതെയുള്ളൂ, പ്രവൃത്തിയിൽ ദൈവമുണ്ട്. അപ്പൊ ദൈവം എന്നുള്ളത് കൊണ്ട് ഈ സ്വാമി, ഈ സന്യാസി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. അത് നമ്മൾ ഇന്ന് പറയുന്ന ഈ തരത്തിലുള്ള മതവും ദൈവമാണോ അദ്ദേഹം അർത്ഥമാക്കുന്നത്? അദ്ദേഹത്തെ പറ്റി എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് അദ്വൈതിയാണ്.
അദ്വൈത ദർശനം. നമ്മൾ ശങ്കരാചാര്യരുടെ കാര്യം പറയും, അനവധി കാര്യങ്ങൾ. എന്താണ് അത്? ആത്മീയതയുടെ ഒരു രംഗത്തുള്ള ഒരു കാര്യമാണ്. എന്താണ് അതിന്റെ തത്വം? തത്വം വളരെ ലളിതമാണ്. എന്താ അത്? ഈ കാണായ ജീവാത്മാക്കളൊക്കെ പരമാത്മാവിന്റെ രൂപാന്തരങ്ങളാണ്. അത് രണ്ടല്ല, ഒറ്റ ഒന്നാണ്. അര മിനിറ്റ് കൊണ്ട് പറഞ്ഞപ്പോൾ കഴിഞ്ഞു. പക്ഷെ ഇത് മനുഷ്യന് മനസ്സിലാവില്ല. വളരെ പ്രയാസം. അപ്പോ എന്താ സംഗതി ഇത് ഏതോ തത്വചിന്തയുടെ, വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ചർച്ചയിൽ വരുന്ന ഒരു കാര്യമാണ് എന്നല്ല ഗുരു വിചാരിക്കുന്നത്. അത് ഭൗതികമായ ഒരു ആശയമാണെന്ന്. രണ്ടില്ല ഒന്നാണ് എന്ന് ഏതർത്ഥത്തിൽ? ജാതിയുടെയോ മതത്തിന്റെയോ ഭേദമില്ല എന്ന് പറയുമ്പോൾ അത് വേറെ അപരം ഇല്ല എന്നാണ്, അപരത്വം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിനെയാണ് അദ്വൈതം എന്ന് പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, നിങ്ങൾ മുസൽമാനാണ്, നിങ്ങൾ ശിഖനാണ്, നിങ്ങൾ ബൗദ്ധനാണ് എന്നോ, അല്ലെ നിങ്ങൾ നമ്പൂതിരിയാണ്, ഒരാൾ നായരാണ്, ഒരാൾ ചർമ്മനാണ് എന്നോ ഒന്നുള്ള ഭേദചിന്ത ഇല്ലാത്ത, അത് പറയാൻ വളരെ എളുപ്പം കഴിഞ്ഞു. പക്ഷെ അത് ജമ്മത്ത് പോകില്ല. അത് പോകണം എന്നുണ്ടെങ്കിൽ ചില്ലറ പണി പോരാ. അപ്പൊ ഇതിനെന്ത് വേണം? ഇതിന് ഈ ബോധവൽക്കരണവും വേണം, രാഷ്ട്രീയവും വേണം. ഗുരുവിന് എന്താ രാഷ്ട്രീയം? ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അഖിലേന്ത്യാ പ്രസിദ്ധമായ ഒരു സമരമാണ് വൈക്കത്തെ ശിവക്ഷേത്രത്തിന്റെ മുമ്പിലൂടെ ഐതജാതിക്കാർ എന്ന് വിളിക്കപ്പെട്ടവർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നത്. ഗുരു അതിൽ പങ്കെടുക്കും, ഗാന്ധി അതിൽ പങ്കെടുക്കും. ഗാന്ധി വലിയ അളവിൽ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഗാന്ധിയുടെ രാഷ്ട്രീയവും ഗുരുവിന്റെ രാഷ്ട്രീയവും ഒറ്റ ഒന്നാണ് എന്നാണ് എന്റെ വിചാരം. അതിൽ കോൺഗ്രസ് പാർട്ടി എന്നൊക്കെ ഉള്ളത് മാറ്റി നിർത്താം. അതൊക്കെ താരതമ്യേന ചെറിയ കാര്യമാണ്. ഗാന്ധി ആണെങ്കിൽ 1924 കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 10 കൊല്ലം കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ രാജിവെച്ചു. അദ്ദേഹത്തിന്റെ രാജിക്കത്തിലെ വിശദാംശങ്ങൾ പറയുന്നത് കോൺഗ്രസുകാർക്ക് വലിയ ഗുണമുണ്ടാവില്ല. എന്നുവെച്ചാൽ അതിൽ പറഞ്ഞൊരു കാര്യം, കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് അഴിമതിയുടെ ദൂഷ്യമുണ്ട് എന്നാണ്. ഇത് സ്വാതന്ത്ര്യം കിട്ടാൻ വിധി 13 കൊല്ലം ബാക്കിയാ. 34 ഗാന്ധി എന്ന രാജിക്കത്തിലാണ് പറയുന്നത് ഇവർ അഴിമതി നടത്തുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസുകാർ വളരെ കരുതി പറഞ്ഞാൽ മതി, ഗാന്ധി അവരുടെ പ്രസിഡന്റ് ആയിരുന്നൊക്കെ, അവർക്കാ ബുദ്ധിമുട്ട്. നാരായണ ഗുരുവിന് ഈ രാഷ്ട്രീയത്തിൽ വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയ കാര്യം. അനുകമ്പ ദശകത്തിൽ അല്ലെങ്കിൽ വേണ്ട, അപ്പൊ നമ്മൾ നേരത്തെ 1888 അരുവിപ്പുറത്ത് പറഞ്ഞു, അവിടെ ജാതിഭേദം എന്ന് പറഞ്ഞിട്ട് ഉടനെ മതദ്വേഷം എന്ന് പറഞ്ഞു. അത് പാടില്ല. കാരണം അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ഗാന്ധിക്ക് നേരത്തെ അറിയാം. ബ്രിട്ടീഷുകാർ പോകുന്നതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുകയില്ല. എന്ത് വേണം? ഇവിടെ മതമൈത്രി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജാതിനിഷ്ഠമായ വിവേചനങ്ങളിൽ സമരം ഒരു കാര്യമാണ്. സാമ്പത്തികമായ സ്വാശ്രയത്വം ഒരു കാര്യമാണ്. അങ്ങനെ നാനാമുഖമായ ഒരു സമരത്തിന്റെ മുമ്പിലാണ് താൻ നിൽക്കുന്നത് എന്ന് ഗാന്ധിക്ക് ബോധ്യമുണ്ട്. നാരായണ ഗുരു അനുകമ്പാ ദശകത്തിൽ എന്ത് കാര്യത്തിലാണ് പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ഒരു വരി എഴുതുന്നത് എന്നാലോചിക്കുന്നു. ആ പരമേശ പവിത്രപുത്രൻ ക്രിസ്തുവാണ് എന്നും കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയാണ് എന്നും ഓർമ്മിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി, മലയാള കവിതയിൽ മുഹമ്മദ് നബി ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പാ ദശകത്തിലാണ്. 1914 അത് കഴിഞ്ഞ് 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് പണ്ഡിറ്റ് കറുപ്പന്റെ നബിയെ പറ്റിയുള്ള കവിതകൾ വരുന്നത്. അത് പ്രധാനമായിട്ട് 1919, 1920. അപ്പോ മലയാള കവിതയിൽ അടയാളപ്പെടുത്തേണ്ട ഒരാളാണ് ക്രിസ്തു എന്നും അങ്ങനെ ഒരാളാണ് മുഹമ്മദ് നബി എന്നും നാരായണ ഗുരു വിചാരിക്കുന്നിടത്താണ് അതിൽ രാഷ്ട്രീയം വരുന്നത്. കാരണം അത് ജാതിവിരുദ്ധ സമരമല്ല. അതെന്താണ്? അത് ഭാവി ഭാരതത്തിന്റെ ഒരു മതേതരമായ ജനാധിപത്യത്തിന്റെ ഒന്നിച്ച് സഹജീവിതത്തിന്റെ ഒരു കഥയാണ്. ഗാന്ധി എന്തിനാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ എല്ലാ മതങ്ങളിലെയും വേദഗ്രന്ഥങ്ങൾ വായിക്കുന്നത്? കാരണം അദ്ദേഹത്തിനൊരു അദ്വൈതം ഉണ്ട്. എന്താ അദ്വൈതം? ഇതൊക്കെ ഒന്നാണ്. അദ്ദേഹം അവിടെ ഖുർആൻ വായിക്കുമ്പോൾ മുസ്ലിങ്ങളതിനെതിരാ ഖുർആൻ അവിടെ വായിക്കണം. പിന്നെ ഹിന്ദുക്കളെതിരെ എന്തിനാ ഖുർആൻ അവിടെ വായിക്കുന്നത്? കാരണം ഇത് അന്യൻ, വേറെ, അവരൻ എന്ന് മാറ്റി നിർത്തുക.
അപ്പോ ഗാന്ധിക്കാണത് പറ്റില്ല. എന്താ കാരണം? അയ്യപ്പ മാഷോട് നരനഗുരു പറഞ്ഞ മാതിരി ഗാന്ധി പറയും എന്താ, ദൈവത്തിന് മതമില്ല. കുടുങ്ങിയോ? ഗോഡ് ഹാസ് നോ റിലീജിയൻ. കാരണം ഈ മതക്കാരുടെ ഈ മാതിരി പരിപാടി ഇപ്പൊ അദ്ദേഹം രാമൻ എന്ന് പറയും, നെഹ്റു പോലും എതിർക്കും. രാമൻ എന്ന് പറഞ്ഞത് നന്നായോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നന്നായില്ല, എന്റെ അഭിപ്രായം. പക്ഷേ ഗാന്ധി അത് വിശദീകരിക്കും. രാമനും റഹീമും ഒന്ന് തന്നെയാണ്. രാമനും റഹീം ഒന്നാണ്, പിന്നെ ഈ നടക്കുന്ന ആളുകൾക്ക് ഈ രാമനെ ആവശ്യം വരില്ല. രാമൻ എന്ന വാക്കിന് ലോകത്തെ രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവനാണ് അർത്ഥം. രാവണൻ എന്ന വാക്കിന് ലോകത്തെ കരയിക്കുന്നവനാണ് അർത്ഥം. വാൽമീകി പറയുന്നുണ്ട്, രാവണോ ലോകരാവണ, ലോകത്തെ കരയിക്കുന്നവനാണ്. ആ പേരിട്ട് ശിവനാ. കാരണം കൈലാസ പർവ്വതം എടുത്ത് അമ്മാനാടോ ചെന്നപ്പോ ശിവനൊന്ന് പതുക്കെ കാലമർത്തി, അപ്പം കൈ അതിനകത്ത് വിട്ടു. അപ്പൊ ഭയങ്കരമായി നിലവിളി. അപ്പൊ ഈ നിലവിളി കേട്ട് ലോകം മുഴുവൻ കരയുന്നു. അപ്പൊ രാമന്റെ പേരിൽ രാവണന്റെ പണിയെടുക്കുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് നിർഭാഗ്യവശാൽ ഗാന്ധിക്ക് ആലോചന പോയില്ല എന്നാണ് എന്റെ തോന്നൽ. നെഹ്റു ചോദിക്കുന്നുണ്ട്, ഏത് ധർമ്മരാജ്യത്തെപ്പറ്റിയാണ് അങ്ങ് പറയുന്നത്? ഏത് ധർമ്മമാണ് അവിടെ പുലർന്നിരുന്നത്? പക്ഷേ ഞാൻ പറയുന്നത്, സ്വാതന്ത്ര്യം എന്നത് ബ്രിട്ടീഷുകാർ പോയിട്ട് ഇവിടുത്തെ സാധാരണക്കാര് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാര് ഭരിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ് തീരെ ഗാന്ധി വിചാരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് നാരായണഗുരുവിനുണ്ട്. അപ്പോ ഈ അപരത്വം, അന്യത്വം ഇല്ലാതെയായാൽ മാത്രമേ, ഗാന്ധിയിൽ ഉപയോഗിക്കുന്ന വാക്ക് സർവധർമ്മ സമഭാവം. നമ്മൾ ഇന്ന് പറയുന്ന മതേതരത്വം ഗാന്ധി ഉപയോഗിക്കുന്നില്ല. ആ വാക്കൊന്നും നാരായണഗുരു എഴുതിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഗാന്ധി ആ വാക്കേ പറയുന്നില്ല. അപ്പോ എന്താണ് ഗുരുവിന് വേണ്ടത്? ഗുരുവിന് വേണ്ടത് നേരത്തെ പറഞ്ഞ ഒരു വീടെ ഉറുമ്പിനും വരുത്തരുതെന്ന്, അഹിംസയാണ്. കാരണം ഈ എല്ലാ പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനം വെറുപ്പാവരുത്, സ്നേഹമാവണം, മനസ്സിലാക്കലാവണം. ഇപ്പോ നമ്മളിപ്പോ വലിയ ചർച്ച നടത്തുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ ഇപ്പൊ നോക്കുമ്പോൾ പഞ്ചലോക വിഗ്രഹം തന്നെ കൊണ്ടുപോയി. ദൈവത്തിന്റെ ഒരു കഷ്ടകാലം തന്നെ, അത് എന്ത് പറയാനാണ്? ഇവിടെ എങ്ങനെ സംഭവം ഉണ്ടായി? ശിവഗിരിയിൽ ഒരു ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ കാണിക്ക പെട്ടി ഒരു കള്ളം കാട്ടുകൊണ്ട് നേരെ എടുത്ത് നോക്കുമ്പോ കാണിക്കപ്പെട്ടിയില്ല. അപ്പൊ ഗുരുവിനോട് എന്ന് പറഞ്ഞു, സ്വാമി തൃപ്പാദങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇവിടെ. അപ്പൊ ഗുരു പതിവ് പോലെ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ആ കള്ളന് വളരെ സൗകര്യമായി. കാരണം നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരുടെ കീശയിലാണ് കാശെങ്കിൽ അവൻ എങ്ങനെ അത് കട്ടുകൊണ്ട് പോവാ? ഇത് നിങ്ങളൊരു കാണിക്കപ്പെട്ടിയിലെത്തപ്പോ അവന് കട്ടുകൊണ്ട് പോകാൻ സൗകര്യമായി. നാരായണഗുരു ഏത് കാര്യത്തെയും നേരിടുന്നത് തന്റെ നർമ്മബോധം കൊണ്ടാണ്. എപ്പോഴും നിരന്തരം. അപ്പൊ പറയാൻ വന്ന അതിന് തന്നെ ഒരുപാട് നേരം വേണം. അദ്ദേഹത്തിന്റെ ഈ തരത്തിലുള്ള അനുഭവങ്ങൾ. ഇപ്പം ഒരിക്കല് ഞാൻ വായിച്ച ട്രെയിനിൽ പോകുമ്പോഴാണ് അദ്ദേഹം ഒരു തോർത്തൊക്കെ പോസിങ്ങനെ ഇരിക്കുന്നു. അപ്പോ മുമ്പിലൊരു നമ്പൂതിരി തന്റെ സഹയാത്രികനോട് വല്ലാതെ തർക്കിക്കുകയാണ് വേദാന്തത്തെ. അപ്പോ നമ്പൂതിരി പല അബദ്ധം പറഞ്ഞു. ഗുരു കേട്ട് മിണ്ടാതിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ഗുരു തോന്നി ഇതിങ്ങനെ മിണ്ടായിരുന്ന പറ്റില്ല. അപ്പൊ അയാളോട് ചോദിച്ചു, അല്ല അങ്ങ് ഇങ്ങനെ പറഞ്ഞല്ലോ, അതെ അതിന് ഇങ്ങനെയാണല്ലോ വ്യാഖ്യാനം, മറ്റേ വേദത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ മുമ്പിലിരിക്കുന്ന ഈ വിദ്വാൻ സാധാരണക്കാരനല്ല, വേദത്തിലും ഉപനിഷത്തൊക്കെ മഹാപണ്ഡിതനാണെന്ന് നമ്പൂരിക്ക് മനസ്സിലായി. അപ്പൊ നമ്പൂരി വളരെ പരിഭ്രമം ചോദിച്ചു, ഇപ്പൊ എന്താ പേര്? നാരായണൻ. എന്താ ജാതി? സാധാരണ ആളുകൾ ദേഷ്യം വരും. ഗുരു പറഞ്ഞു, എത്ര നേരം കണ്ടിട്ട് തിരിയാത്തൊന്ന് ഇനി കേട്ടാ തിരിയോ എന്ന് ചോദിച്ചു. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഈ ഗാന്ധിയുടെ രീതി ഇങ്ങനെയാണ് കേട്ടോ. ഗാന്ധിക്കും പ്രധാനപ്പെട്ട ആയുധം നർമ്മമാണ്. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഒരിക്കലും വാർത്തയിലേക്ക് പോവാണ്. ഗാന്ധി അപ്പൊ ഡൽഹിയിലാണ്. അപ്പോ വന്നപ്പോ ഇദ്ദേഹം ചെല്ലാൻ വൈകിയതുകൊണ്ട് വണ്ടി അങ്ങ് പോയി. അപ്പൊ അയാള് തിരിച്ചു വന്നു, പറഞ്ഞു ഇങ്ങനെ വണ്ടി പോയി, ഞാൻ നാളെ പോവാൻ. അപ്പൊ ഗാന്ധി സാറിന് ദേഷ്യം പറ്റില്ല. ഗാന്ധി പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു ദിവസം വൈകിയാൽ അതിന് ഉത്തരവാദി നീ ആയിരിക്കും. ഈ സ്നേഹം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാം. ഒരിക്കലും ഗാന്ധിക്ക് പറ്റിയ ഒരു അപകടം, അദ്ദേഹം സാധാരണ ഇതിൽ തീവണ്ടിയിലാണ് പോകുന്നത്. വിമാനം അദ്ദേഹം അടുത്തുനിന്ന് കണ്ടിട്ടേയില്ല. സാധാരണ അദ്ദേഹത്തിന് താല്പര്യം വണ്ടി പോയി ബസ് പോ, ഇല്ലെങ്കിൽ കാർവണ്ടി പോകാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ അദ്ദേഹം കാറിൽ പോകണം എന്നൊരു ശിഷ്യന് വലിയ താല്പര്യം തോന്നി. കാരണം അവിടേക്ക് കാര്യമായി ബസ്സും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ബാപ്പു ഇങ്ങനെ പോയിക്കോളൂ, ആ ഒരു ഫോർഡ് വണ്ടിയാണ്. അപ്പൊ അവസാനം സമയം വളരെ പ്രധാനമാണ് ഗാന്ധിക്ക്. സമയം പാലിക്കാൻ വേണ്ടി അതിനകത്ത് കയറി കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോ ഈ വണ്ടി കേടായപ്പോ അവിടെ ഒന്നും പിക്ചർമാരോ ഓട്ടോമൊബൈൽസോ ഒന്നുമില്ല. അപ്പൊ അവസാനം എന്ത് ചെയ്തു, ഒരു കാളവണ്ടിയിൽ കെട്ടി വലിക്കുകയാണ്.
അപ്പൊ ഗാന്ധി പറഞ്ഞു ഇപ്പൊ ശരിക്കും ഓക്സ്ഫോർഡായി, ഓട് വണ്ടിയാണ്. നാരായണഗുരു നിരന്തരം ഇങ്ങനെ പറയാണ്. ഇപ്പോ അദ്ദേഹത്തിന് ജഗന്നാഥ ടെമ്പിള് തലശ്ശേരിയിൽ അത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോ ഗുരു പറഞ്ഞു ഇവിടെ ഈഴവന്മാരുണ്ടാക്കുന്നു, അപ്പൊ ഇതിൽ താഴെ എന്ന് വെച്ചിട്ടുള്ള കൂട്ടർക്കും കൂടി പ്രവേശനം കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തോട് എതിര് പറയാൻ പറ്റില്ല. പറഞ്ഞു സ്വാമികൾ ക്ഷമിക്കണം, നമുക്കൊരു വർഷം കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞു. ഗുരു ഒന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്ത് തോർന്നു. അപ്പൊ ഗുരു ചോദിച്ചു വർഷം കഴിഞ്ഞല്ലോ അപ്പൊ കൊടുത്തൂടെ? എല്ലാ നേരത്തും പി കെ ബാലകൃഷ്ണൻ എഡിറ്റ് ചെയ്ത് നാരായണഗുരു സമാഹാര ഗ്രന്ഥം എന്നൊരു മനോഹരമായ പുസ്തകമുണ്ട്. അതിനകത്ത് ഈ സ്പേസ് ഫില്ലറായിട്ട് ഒഴിഞ്ഞിറങ്ങുന്ന സ്ഥലത്ത് മുഴുവൻ ഈ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ നർമ്മ കഥകളാണ്. അദ്ദേഹം എങ്ങനെയാണിത് നേരിട്ടത്. ഈ അഹിംസ ഇത് രാഷ്ട്രീയത്തിൽ വലിയ കഷ്ടമാണ്. നമ്മള് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഗുരു പറയുന്ന ഒന്ന് വിദ്യാഭ്യാസമാണ്. പറയും 1917 പറയും ഇനി ക്ഷേത്രങ്ങളല്ലാതെ നിർമ്മിക്കേണ്ടത് വിദ്യാലയങ്ങളാണ്. കേട്ടോ, ഇനി വിദ്യാലയങ്ങളാവും തീർത്ഥാടന കേന്ദ്രങ്ങൾ. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ മുൻകൈയിൽ, സഹോദരൻ അയ്യപ്പന്റെ മുൻകൈയിൽ മിശ്ര വിവാഹം എന്നുള്ള പ്രസ്ഥാനം വരുന്നു, മിശ്ര ഭോജനം വരുന്നു. ഇത് രണ്ടിനും വളരെ പിന്തുണ കൊടുക്കുന്ന ഒരാളാണ് നാരായണഗുരു. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അദ്വൈതം പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രീയത്തിലാണ്. എന്താ തിരക്കിട്? എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയെന്ന് എവിടെയോ കുത്തിരുന്നിട്ട് പറയാ. ശങ്കരാചാര്യനെ പറ്റി കഥ പറയും. കഥ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. കാരണം മഹാബുദ്ധിമാൻ മലയാളി, 1250-300 കൊല്ലം മുമ്പ് ജീവിച്ച വളരെ താർക്കികനും പണ്ഡിതനുമായ ശങ്കരാചാര്യര് നടക്കുമ്പോ ഒരു ചണ്ടാളനോട് വഴിമാറാൻ പറഞ്ഞപ്പോ ഇത് അദ്വൈതിയാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആരാ മാറേണ്ടത്? എന്റെ ദേഹമാണോ ആത്മാവാണോ മാറേണ്ടത്? ഇത് വലിയ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും ബുദ്ധിമാന്മാർക്കും തന്നെ ഇത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലാന്നർത്ഥം. ഗാന്ധിജി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ എന്താണോ കൊണ്ടുവന്നത് അത് തന്നെ. അതായത് 1917 ഈ തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഗാന്ധി വളരെ വൈകിയാണ് മിശ്ര വിവാഹത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കണം. അദ്ദേഹത്തിന്റെ സൗത്ത് ആഫ്രിക്കയിലെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയോട് അന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ മണിലാലിന് പ്രണയം തോന്നിയിട്ട് ഗാന്ധി അത് അംഗീകരിച്ചില്ല. പിന്നെയാണ് മണിലാലിന്റെ അനിയൻ ദേവദാസ്, അവസാനത്തെ കുട്ടി, പ്രേമിക്കുമ്പോഴാണ് ഒരു ബ്രാഹ്മണ പുത്രിയെ, രാജാജിയുടെ മോളാണ് ലക്ഷ്മി, അവളെ കല്യാണം കഴിക്കാൻ ഗാന്ധി അനുവദിക്കുന്നത്. ഗാന്ധി പിന്നെ മാറും. ഗാന്ധിക്ക് തെറ്റുപറ്റുന്ന അദ്ദേഹം തിരിച്ചറിയുമ്പോൾ അദ്ദേഹം മാറും. അപ്പോ ഈ തരത്തിൽ നമ്മുടെ ജാതിബോധം, നമ്മുടെ ഭേദചിന്ത എന്നുള്ളത് എപ്പോഴും, അതുകൊണ്ടാണ് ഈ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറയുന്നത്. അത് ഒരു രാഷ്ട്ര നിർമ്മിതിയുടെ പ്രാരംഭമാണ് എന്ന് നമ്മൾക്ക് ഇന്ന് തിരിഞ്ഞു നോക്കാൻ മനസ്സിലാവും. അദ്ദേഹത്തിന് വെറുതെ ഇവിടുത്തെ ഈഴവ സമൂഹത്തെ വിദ്യാഭ്യാസം കൊണ്ട് സംഘടന കൊണ്ട്, അതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്ക്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. അത് മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ നാനാജാതി മത്സരമുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ആനന്ദതീർത്ഥൻ, അദ്ദേഹം ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്. ആനന്ദതീർത്ഥൻ വലിയ തമാശക്കാരനാണ്. അദ്ദേഹം വലിയ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ ചെല്ലുമ്പോൾ എന്താ കുട്ടിയുടെ പേര്? അയാളുടെ പേര് എന്താണ്? സുകുമാര ശർമ്മ എന്നാണ്. ഇവൻ പൊലയനാണ്. അല്ല, ഇവന്റെ പേര് ശർമ്മ എന്നാണ്. ഇവന്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. കാരണം നിങ്ങൾ പുലയ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ മടി. അയ്യങ്കാളിക്കൊക്കെ വലിയ പോരാട്ടം നടത്തേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ മറന്നു പാടാത്ത സ്കൂൾ ഉണ്ടാക്കുമ്പോൾ അത് കത്തിച്ചു കളയുന്നു. അപ്പൊ ഈ തരത്തിൽ എല്ലാ സംഘർഷങ്ങളും ഇല്ലാതെ ആക്കുന്ന മട്ടിൽ പെരുമാറാന്നുള്ളതാണ് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഗുരുവിന്റെ ഏറ്റവും വലിയ നേട്ടം. അദ്ദേഹത്തിന് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് ഒരു തലത്തിലും ഈ പരിഷ്കരണവാദം കൊണ്ട് ഒരു സംഘർഷം താനായിട്ട് ഉണ്ടാക്കരുത് എന്ന് വിചാരിക്കാൻ. അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അപ്പുറത്തുള്ള ഒരാളെ, മറുപക്ഷത്തുള്ള ഒരാളെ മനസ്സിലാക്കുക എന്നതാണ്. ഇപ്പൊ നേരത്തെ കണ്ടാ മനസ്സിലാവാത്തൊന്ന് കേട്ടാ മനസ്സിലാവും ചോദിക്കുമ്പോൾ അതൊരു തമാശയായിട്ട്.
എപ്പോഴും. ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഗുരുവിന്റെ നവോത്ഥാനത്തിലുള്ള പങ്ക് എന്താണ് എന്ന് ഒറ്റവാക്യത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിലെ നവോത്ഥാനത്തെയും പിന്നീട് ഉയർന്നു വരാൻ പോകുന്ന ജനാധിപത്യ രാഷ്ട്രീയത്തെയും മതേതര രാഷ്ട്രീയത്തെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം മുന്നാലുകളോട് പെരുമാറി എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല എന്നും അതൊരു ദീർഘവീക്ഷണത്തിന്റെ കൃത്യമായ സൂചനയാണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ ശരിക്കും അങ്ങനെ പറയാനുള്ള നാണക്കേടുണ്ട്. ഞാൻ ഒരു 5-8 കൊല്ലം മുമ്പാണ് ഞാൻ ജർമ്മനി പോയി. അപ്പൊ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് മൈക്ക് കിലോക്ക് അദ്ദേഹത്തിന്റെ സ്കൂളിൽ ചെന്നു. അദ്ദേഹം പറഞ്ഞ കുട്ടികളോട് സംസാരിക്കും. +2 കുട്ടികളാണ്. ഞാൻ അവരോട് ബുദ്ധനെ പറ്റിയും ഗാന്ധിയെ പറ്റിയും കാളിദാസനെ പറ്റിയും വ്യാസനെ പറ്റിയും വാൽമീകിയെ പറ്റിയും ഒക്കെ പ്രസംഗിച്ചു. നെഹ്റുവിനെ പറ്റിയും ഒക്കെ സംസാരിച്ചു. 1 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ചോദ്യം ചോദിക്കാൻ നോക്കി. അപ്പോൾ ഒരു പയ്യൻ എണീറ്റ് ചോദിച്ചു, സാറ് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ചിലതൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്, ബുദ്ധനെ പറ്റിയും കാളിദാസനെ പറ്റിയൊക്കെ. എനിക്ക് ഇന്ത്യ സന്ദർശിക്കുന്ന വലിയ മോഹമുണ്ട്, പക്ഷെ ഞാൻ അവിടെ വന്ന് ബീഫ് കഴിച്ചാൽ എന്നെ തല്ലി കൊല്ലുമോ എന്ന് ചോദിച്ചു. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ സാഹചര്യവശാൽ പല രാജ്യങ്ങളിലും പല കാലത്ത് പോയ ഒരാളാണ്. ഇന്ത്യക്കാരനാണ് എന്നതിൽ എൻ്റെ തല ആദ്യമായി താഴ്ന്നു പോയത് ആ കുട്ടികളുടെ മുമ്പിൽ. ഞാനോട് പറഞ്ഞു, തൻ്റെ ചോദ്യം വളരെ ന്യായമാണ്, പക്ഷെ താനൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ 140 കോടി ജനങ്ങളുണ്ട്. അവരിൽ മഹാഭൂരിപക്ഷം ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷത്തിന്റെ പേരിൽ എനിക്ക് നാണം കെട്ട് തലകുനിക്കാനല്ലാതെ ഒരു ന്യായവും പറയാനില്ല. പശുവിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലാൻ സാധിക്കും എന്ന് തെളിയിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറി. അന്ന് തന്നെ 46 ആഗസ്റ്റ് തന്നെ കേട്ടോ. 1946 ആഗസ്റ്റ് 16 എന്നൊരു തീയതി നമ്മൾ മറന്നുപോയിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, 47 ആഗസ്റ്റ് 15. 1946 ആഗസ്റ്റ് 16 തീയതിയാണ് ഡയറക്റ്റ് ആക്ഷൻ എന്നുള്ള ജിന്നയുടെ പ്രഖ്യാപനം കൊണ്ട് കലാപം ആരംഭിക്കുന്നത്. നമ്മൾ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തപ്പോ, സമരം ചെയ്തപ്പോ, പ്രക്ഷോഭം കൂടിയപ്പോ, എതിർത്തപ്പോ നമ്മൾ അഹിംസ പ്രയോഗിച്ചു. നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്തപ്പോ നമുക്ക് നമ്മളെല്ലാ പ്രാകൃതമായ ഭാവങ്ങളും പുറത്തു വന്നു. നമ്മൾ അങ്ങേയറ്റത്തെ ഹിംസാലുക്കളാണ്. ഒരാഴ്ച കൊണ്ട് മരിച്ചുപോയത് 1 ലക്ഷം ആളുകളാണ്. അന്ന് 2 ലോകമഹായുദ്ധങ്ങൾ ഉണ്ടതിനേക്കാൾ അധികം അഭയാർത്ഥികൾ, 10 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ അന്ന് അവിഭക്ത ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അവിടെ നിന്ന് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ കഥ. ഭാഗ്യവശാൽ നാരായണ ഗുരു അതിൻ്റെയും 10 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തെ ഒന്നും കാണാനിടയായില്ല. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഗാന്ധിയുടെയും ഗുരുവിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇന്നത്തെ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്, ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ അളവിൽ മനുഷ്യത്വ വിരുദ്ധവും പിന്നെ സ്ത്രീ വിരുദ്ധവും. അടിച്ചു ഗുരു അന്ന് പറഞ്ഞത്, 1917 പറഞ്ഞത്, ഇനി സംസ്കൃതമല്ല പഠിക്കേണ്ടത്, ഇംഗ്ലീഷാണ് പഠിക്കേണ്ടതെന്ന്. കണ്ടോ യാഥാർത്ഥ്യബോധം. പിന്നെ പറഞ്ഞത് പഠിപ്പിക്കണം. ഇതൊക്കെ ആരെ പഠിപ്പിക്കണം? ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു ഭേദവും ഇല്ലാതെ പഠിപ്പിക്കണം. ഇത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. വ്യവസായങ്ങളെ പറ്റി പറയും. വളരെ സാമാന്യ ബുദ്ധിയുള്ള, പ്രായോഗിക ചിന്തയുള്ള, സമകാലിക രാഷ്ട്രീയം എന്താണ്, ഭാവി എന്താണ് എന്ന് തിരിച്ചറിയുന്ന തരത്തിൽ അദ്ദേഹം പ്രവർത്തിക്കും. എന്നിട്ട് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അറിയാലോ, പ്രതിഷ്ഠിക്കാൻ പറഞ്ഞ ഒരിക്കലും അവസാനമൊക്കെ പ്രതിഷ്ഠിക്കുന്ന കണ്ണാടിയാണ്. നമ്മളെ ഈ തിരിച്ചറിവാണ്, ആത്മജ്ഞാനമാണെന്ന് പറയും. അതുകൊണ്ട് ഞാൻ സമാപന വാക്യമായിട്ട് ഞാൻ പറയുന്നത്, അദ്വൈതം എന്നുള്ളത് ആത്മീയതയുടെയോ ഉപനിഷത്തിന്റെയോ വേദങ്ങളുടെയോ ചർച്ചയിൽ വരുന്ന നമുക്ക് തിരിയാത്ത എന്തോ ഒരു സാധനമാണ് എന്നല്ല ഗുരുവിനുണ്ടായിരുന്ന തിരിച്ചറിവ്. അത് സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കേണ്ട വേറെ ഒന്നില്ല. ഇതൊക്കെ അവനവൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ്. അതിന്റെ പേരാണ് ജാതി ഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറയുന്നത്. ഞാൻ ഗുരുവിന്റെ സ്മരണയെ അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച മാതൃഭൂമിയുടെ പ്രവർത്തകരോടും ഇവിടുത്തെ സന്യാസി സമൂഹത്തോടും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.